നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആഹാ, മോന് ഉറക്കമായോ? പ്രണവിനെയും ശിവാനിയും ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ ഗൗതമിന് കുറഞ്ഞില്ലേ? അത് കൊള്ളാലോ. ചോദിച്ചതിന് മറുപടി പറയാതെ കിടന്ന് ഉറങ്ങാണോ? ഓ, അപ്പൊ ഉറങ്ങുമല്ലായിരുന്നു അല്ലേ? ഞാൻ പറയുന്നത് വല്ലതും ഗൗതം കേൾക്കുന്നുണ്ടോ? ഗൗതം എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഗൗതം വെറുതെ പേടിപ്പിക്കല്ലേ. ഗൗതം, അയ്യോ എന്തു പറ്റി? അയ്യോ ഗൗതം, എന്താ ഇത്? എഴുന്നേക്ക്. എനിക്ക് പേടിയാവുന്നേ. എഴുന്നേക്ക് ഗൗതം. ഗൗതം എഴുന്നേക്ക്. ഗൗതം, സ്വസ്ഥമായിട്ടൊന്ന് കെട്ടിപ്പിടിക്കാന്ന് വെച്ചപ്പോഴാ അവിടെ ഒരു വാഷ്റൂമിൽ പോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു? അത് പിന്നെ ഞാനവിടെ റൂമിലാണെങ്കിൽ കറണ്ടും ഇല്ല, ഫാനും ഇല്ല, ചൂടെടുത്തിട്ട് പ്രാന്തെടുത്തിരിക്കുക. കറണ്ട് ഇല്ലേ? കറണ്ട് ഇല്ലാന്ന് തന്നെ അല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്? അത് ശരിയാവില്ല. കുഴപ്പമില്ല. കുഴപ്പമായോണ്ടാ ഞാൻ ചാടി പുറത്തിറങ്ങിയത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. നീ ഇതോടെ പോവാ? ഞാനിപ്പോ വരാം. അതെ, വലിയ റിസോർട്ട് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? അയ്യോ, എന്തു പറ്റി മാഡം? ആ റൂം നമ്പർ 103-ലും 104-ലും കറണ്ട് പോയിട്ട് എത്ര നേരമായി എന്നറിയോ? ഇവിടെയൊക്കെ പവർ ഉണ്ടല്ലോ മാഡം. മൊത്തത്തിൽ സപ്ലൈ പോയതല്ല. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റർ ഓൺ ആവും. പിന്നെ ഞാൻ വന്ന് വെറുതെ പറയുന്നതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഗസ്റ്റുകൾ വന്ന അവരോടൊരു സാമാന്യ മര്യാദ പോലും കാണിക്കണമെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? സോറി മാഡം. മാഡം റൂമിലേക്ക് പോക്കോ. ഞാനിപ്പോ ആളെ അയക്കാം. ഇപ്പോന്ന് പറഞ്ഞ എപ്പോ? മാഡം, ആ ബ്ലോക്കിലേക്കുള്ള കണക്ഷൻ എല്ലാം കട്ടായതായിരിക്കും. ഇപ്പൊ തന്നെ ശരിയാക്കാം. പെട്ടെന്ന് വേണം കേട്ടല്ലോ. ശരി മാഡം. ആ, കറണ്ട് വന്നു. എങ്കി വാ, നമുക്ക് ഇറങ്ങാം. എ സി അങ്ങോട്ട് ഓൺ ആയതുള്ളൂ. ഈ തണുപ്പത്തൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ നീ വാ. ഒന്ന് പോയേ, ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഫംഗ്ഷൻ തുടങ്ങി കാണും. വന്നേ, എഴുന്നേക്കും. പെണ്ണിന്റെ കാര്യം. ഹായ് കപ്പിൾസ്, നമ്മുടെ അടുത്ത ഗെയിം ഷോ ആരംഭിക്കുകയാണ്. നോ യുവർ പാർട്ട്നേഴ്സ് മൂവ്. ഇത്ര നേരം കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്റ്റി എവിടെ പോയി? Our next participants, Gautam and Nidhi. നിധി, ഇതിൽ നമ്മൾ വിൻ ചെയ്തിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചലനങ്ങൾ മനസ്സിലാക്കി മുന്നേറുകയാണ്. ഗൗതമും നിധിയും വിജയത്തിനരികിലേക്ക് എത്തിയിരിക്കുന്നു. അതാ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഏറ്റെടുത്ത കാര്യം പൂർത്തിയാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങും. ഇനി കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ. അതിനുള്ളിൽ ആ സന്തോഷ വാർത്ത സാറിന്റെ ചെവിയിലെത്തും. ഞാൻ പറഞ്ഞില്ല സാർ, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കും. താങ്ക് യു സാർ.
അടുത്ത ഐറ്റത്തിലേക്ക് കടക്കുകയാണ് ഡാൻസ് വിത്ത് മ്യൂസിക്. താൻ ഇതിനിടയ്ക്ക് എങ്ങോട്ടാ മുങ്ങിയത്? ഗൗതം, നിധി പ്ലീസ് കം. ഡ്യുവറ്റ് സോങ് ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്യാൻ ഗൗതത്തിനെയും നിധിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു കയ്യടി കൊടുത്തേവർക്ക്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി അതായിട്ട് കുറയ്ക്കണ്ട. എന്താ മടിച്ചിരിക്കുന്നേ? വേഗം വരൂ. തിരുമേനി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ സമയദോഷത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കൂടി പറഞ്ഞു തന്നൂടെ? ആരൂഢം മറഞ്ഞിരിക്കുമ്പോ ഒരു പ്രതിവിധി എങ്ങനാ പറയുക പാർവതിയമ്മേ? എന്നാലും എന്തെങ്കിലും ഒരു ഒഴിവ് കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെ. തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴി മൂടുമി നേരം ഇരുൾ വീശുമി നേരം മായൂ. My God. ക്രിസ്റ്റി, അവനെ വിടരുത്. ഇറങ്ങ വേഗം പിടിച്ച വണ്ടി കയറ്റം. നടക്കടി അങ്ങോട്ട്. അതിഥികളായി വന്നിട്ടുള്ളവരാരും ഇനി ഇവിടെ നിൽക്കരുത്. എല്ലാരും വേഗം പോവാൻ നോക്ക്. ഇവരൊക്കെ ആരമായി സാറേ? അവനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പേര് കാഞ്ചി മനോജ്. കൊച്ചിയിലൊരു നൊട്ടോറിയസ് ക്രിമിനൽ. അവന്റെ കൂട്ടാളി അവള്. വേഗം എല്ലാവരും പോവാൻ നോക്ക്. ചെല്ല്. വേഗം വണ്ടി എടുക്ക. അവൻ കൊല്ലാൻ നോക്കിയത്